ഹലോ എവരി വൺ. ഇന്ന് ബ്രില്യൻ ടീമുള്ളത് നമ്മുടെ കേരള CBSE റാങ്ക് ഹോൾഡർ, അതായത് കേരളത്തിലെ തന്നെ CBSEയിലെ 500-ൽ 499 മാർക്ക് വാങ്ങിച്ചിട്ടുള്ള ഒരു കുട്ടിയുടെ വീട്ടിലാണ്. സോ നമുക്ക് ആ ഒരു കുട്ടിയെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ഈ ഒരു മാർക്ക് സ്കോർ ചെയ്തു എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. സോ നമ്മുടെ ആ ഒരു ഡ്രീം സ്കോർ, അതായത് 499, 500-ൽ വെറും ഒരു മാർക്ക് മാത്രം നഷ്ടപ്പെട്ടിട്ടുള്ളൂ. ആ ഒരു സ്റ്റുഡന്റിനെ നമുക്ക് പരിചയപ്പെടാം. സോ ഗായത്രി, സോ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് ഗായത്രി, കാരണം ഡ്രീം സ്കോർ അല്ലേ? അതെ. സോ നമുക്ക് ചോദിക്കാം, എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, എവിടെയായിരുന്നു പഠനം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഗായത്രിയെ പറ്റിയിട്ടൊന്ന് സെൽഫായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേ. അച്ഛൻ എഞ്ചിനീയറാണ്, ബാംഗ്ലൂരാണ്. എങ്ങനെയായിരുന്നു, അതായത് നമ്മൾ ഈ പറയുന്ന 499 ഇത്രയും ടോപ്പ് സ്കോർ അറ്റൈൻ ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നു? വിചാരിച്ചിരുന്നില്ല സത്യത്തിൽ. ഫുൾ A1 എന്നൊരു പ്രതീക്ഷയിലാണ് പോയി എഴുതിയത്. 499 പ്രതീക്ഷിച്ചില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. 500-ൽ 499 മാർക്ക് കിട്ടി. ആ ഒരു മാർക്ക് ഞാനും ചോദിക്കുന്നത്, ആ ഒരു മാർക്ക് എവിടെ പോയി? സോഷ്യലിന് പോയി. അതായത് നമ്മളുടെ സയൻസ് സ്ട്രീം, മാത്സ് എല്ലാത്തിലും ഫുൾ മാർക്ക് കിട്ടി, സോഷ്യലിലാണോ ആ ഒരു മാർക്ക് പോയത്? ഓക്കെ, അപ്പോൾ സോഷ്യലിന് പോയി. ഓക്കെ, നമുക്കത് ലീവ് ചെയ്യാം. ബാക്കി സയൻസ് സ്ട്രീമിലെല്ലാം ഫുൾ മാർക്ക് എക്സ്പെക്ട് ചെയ്തോ, അതോ ജസ്റ്റ് ഒരു A1 എന്നാണോ പ്രതീക്ഷിച്ചിരുന്നത്? മാത്സിന് എക്സ്പെക്ട് ചെയ്തു ഫുൾ മാർക്ക്, സയൻസിന് A1 എന്നൊരു എക്സ്പെക്ടേഷനിലായിരുന്നിരുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരുന്നു? ഇപ്പോൾ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, കാരണം ഈ ഒരു 10th അതും CBSE ആണ്. എങ്ങനെയായിരിക്കും ഈ ഒരു ഫുൾ മാർക്ക് ഇത്രയും സബ്ജക്റ്റുകളിൽ? എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് ആ ഒരു സ്ട്രാറ്റജി ഒന്ന് പറഞ്ഞേ. NCERT പുസ്തകം ഫുള്ളി കവർ ചെയ്യുക, എല്ലാം വായിച്ചിരിക്കുക, അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത്. പിന്നെ കുറേ എക്സ്ട്രാ ക്വസ്റ്റ്യൻ ചെയ്തു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തിട്ടുണ്ട് കുറേയൊക്കെ. അങ്ങനെ പിന്നെ ടീച്ചർമാരുടെ ഹെൽപ്പ് നന്നായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അമ്മ എന്നെ സഹായിച്ചു നന്നായിട്ട്. അപ്പോൾ ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, അതേപോലെ തന്നെ ബയോളജി, അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെ നിന്നാണ് കിട്ടിയത്? നമ്മളുടെ ബ്രില്യൻറ്റിൻ്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാം, അതിൻ്റെ എങ്ങനെയായിരുന്നു കാര്യങ്ങളെല്ലാം? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നോക്കുമ്പം എല്ലാം ഈക്വലി തന്നെയാണ് വന്നത്. പിന്നെ ബ്രില്യൻറ്റ് ഫൗണ്ടേഷൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. ബ്രില്യൻറ്റ് പോയപ്പോൾ എനിക്ക് സ്കൂളിൽ പഠിക്കാൻ നല്ല എളുപ്പമായിരുന്നു, കാരണം ബ്രില്യൻറ്റ് നേരത്തെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല എളുപ്പമായിരുന്നു സയൻസ് ഒക്കെ പഠിക്കാൻ. ഓക്കെ, അപ്പോൾ പക്ഷേ എല്ലാ കുട്ടികളും പറയും ഇപ്പോൾ വെക്കേഷന് ക്ലാസ് ഉണ്ടാവും, അതേപോലെ തന്നെ സൺഡേ ക്ലാസ് ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു, കാരണം എല്ലാ കുട്ടികളും പറയുന്ന കാര്യമാണ് ഡെയിലി നമുക്ക് ക്ലാസ് ഉണ്ടാവും, സാറ്റർഡേ സൺഡേസ് ബ്രില്യൻറ്റിൻ്റെ ക്ലാസ്, ഫൗണ്ടേഷൻ ക്ലാസ്സിന് പോകണം. അപ്പോൾ അങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നോ? എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല, കാരണം എനിക്ക് നല്ല ടീച്ചേഴ്സും ഉണ്ടായിരുന്നു, കൂടെ വളരെ നല്ല കൂട്ടുകാരും ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ പോയാലും കഷ്ടപ്പെടണം, അപ്പം എനിക്ക് അത് കഷ്ടപ്പാടിന്റെ റിസൾട്ടാണ് ഈ ഒരു മാർക്ക് അല്ലേ? അതെ. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഫൗണ്ടേഷന്റെ ക്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ലെവൽ കുറച്ച് കൂടുതലാണ് എന്ന് എല്ലാവരും പറയും. തോന്നിയിട്ടുണ്ടോ? ആ ഒരു ലെവൽ കൂട്ടിയത് കൊണ്ടാണോ ഈ ഒരു മാർക്ക് നമുക്ക് നേടാൻ പറ്റിയത്? ലെവൽ കൂടുതലാണെന്ന് ചോദിച്ചാൽ അതെ, പക്ഷെ പഠിക്കാൻ പറ്റുന്നത് പഠിച്ചാൽ മതി എന്ന് അവിടുത്തെ ടീച്ചേഴ്സ് എല്ലാവരും തന്നെ പറയായിരുന്നു. എനിക്ക് പഠിക്കാൻ പറ്റിയത് ഞാൻ പഠിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. സോ നമ്മുടെ ഗായത്രിക്ക് സപ്പോർട്ടായിട്ട് അമ്മ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ അമ്മ ടീച്ചറാണ്. സോ ടീച്ചർ, എങ്ങനെയായിരുന്നു മോൾക്ക് ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നത്? അതേപോലെ തന്നെ മോളെ പറ്റി എന്തൊക്കെ നമുക്ക് പറയാൻ പറ്റും? എങ്ങനെയായിരുന്നു ആള് 24 മണിക്കൂറും പഠിക്കുക, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ജസ്റ്റ് എക്സാമിന്റെ തലേന്നാൾ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇന്നെടുത്ത കാര്യങ്ങൾ പഠിക്കുക, അങ്ങനെയായിരുന്നു? ജസ്റ്റ് ഒന്ന് പറയാമോ? ആള് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ടൈപ്പാണ്. നമ്മൾ തീർച്ചയായിട്ടും സന്തോഷമാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ റിസൾട്ടിൽ. വർക്ക് ചെയ്യുന്ന കാര്യം പറയുവാണെങ്കിൽ NCERT പുസ്തകം തറവായിട്ട് പഠിച്ച് അത് ആൾ തന്നെ ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെക്കും. അതിൽ നിന്നിട്ട് പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ഫൗണ്ടേഷനൊക്കെ പോകുമ്പോൾ നിറയെ ക്വസ്റ്റ്യൻസ് കിട്ടും. ക്വസ്റ്റ്യൻ ബാങ്ക്സ് എല്ലാം സോൾവ് ആക്കും, കൈ കിട്ടുന്നിടത്തോളം ക്വസ്റ്റ്യൻ ബാങ്ക്സ് എല്ലാം സോൾവ് ആക്കും. അത് നമ്മളോട് സഹായം ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം, അതല്ലെങ്കിൽ ആൾ മാനേജ് ചെയ്ത് പോകും. ഞാൻ ടീച്ചറായതുകൊണ്ടും എന്നെ പറ്റാവുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. പുസ്തകം നന്നായി വായിക്കും, അതിന് തനിയൊരു നോട്ട് പ്രിപ്പയർ ചെയ്യുന്നൊരു ശീലമുണ്ട്. ഓക്കെ, അതായത് നോട്ട് പ്രിപ്പറേഷന് ഭയങ്കര അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ് ഗായത്രി അല്ലേ? അതേപോലെ തന്നെ എങ്ങനെയാണ് അപ്പോൾ ഒരു ഡൗട്ട് വന്നു, അപ്പോൾ എന്ത് ചെയ്യും? ആ ഒരു ഡൗട്ട് കുറച്ചുകൂട്ടി പിന്നെ നമുക്ക് അടുത്ത പോർഷൻ നോക്കാം എന്ന് പറഞ്ഞാൽ പെൻഡിങ് വെക്കുമോ, അതോ ഡൗട്ട് എല്ലാം ക്ലാരിഫൈ ചെയ്തിട്ട്? അത് ആ സ്പോട്ടിൽ തന്നെ അത് ഏത് റിസോഴ്സ് ആണെങ്കിലും സെർച്ച് ചെയ്ത് ആദ്യം എന്നോട് ചോദിക്കും. ചിലപ്പോൾ നമുക്ക് വായിച്ച് പറഞ്ഞു കൊടുക്കാവുന്നതാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും, ഇല്ലെങ്കിൽ അത് അപ്പോഴേ അല്ലെങ്കിൽ ഇവളുടെ കയ്യിലുള്ള ബുക്ക് ഒന്നുകൊണ്ട് റെഫർ ചെയ്യോ എന്തെങ്കിലുമൊക്കെ ബുക്കുകൾ ഏത് വിധത്തിലാണെങ്കിലും അത് അപ്പം തന്നെ അത് ക്ലിയർ ചെയ്യണം ആൾക്ക്, എങ്കിലേ അടുത്ത സ്റ്റെപ്പിലോട്ടാൾ മൂവ് ചെയ്യൂ.
സോ മാഡത്തിന് എങ്ങനെയുണ്ടായിരുന്നു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? ഈ ഒരു ജേർണിയിൽ എങ്ങനെയായിരുന്നു ബ്രില്യൻ്റ് സഹായിച്ചിരുന്നത്? ഫൗണ്ടേഷൻ വന്നപ്പം തൊട്ട് ഗായത്രിക്ക് ബ്രില്യൻ്റ് പോയിരുന്നു ഭയങ്കര സന്തോഷമാണ്. സൺഡേ കട്ട് ചെയ്യാതിരിക്കാൻ മാക്സിമം നോക്കും. അതായത് ഞാൻ വേറൊരു പോയിന്റ് കേട്ടിരുന്നു, ഗായത്രിക്ക് സ്കൂളിൽ അറ്റൻഡൻസ് കുറവും ബ്രില്യൻ്റിൽ ഫുൾ അറ്റൻഡൻസ് ആണെന്ന്. ആണോ? അങ്ങനെയുണ്ട്. ബ്രില്യൻ്റിലെ ക്ലാസ് കട്ടാക്കില്ല. സൺഡേ എക്സാം നിർബന്ധമായിട്ടും എഴുതും. ഓഫ്ലൈനിൽ തന്നെയാണ് ക്ലാസ് പോയിക്കൊണ്ടിരുന്നത്. അവിടെ വന്ന് എഴുതും. അതുപോലെ അവിടുത്തെ ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് ഓരോ ഇയറിലെയും 10ൽ അർജുൻ സാറ്, അതിന് മുമ്പത്തെ ഇയറിലേക്ക് ആണെങ്കിൽ ആ ടീച്ചേഴ്സ് പറയണതൊക്കെ അവരോട് എപ്പോഴും കോണ്ടാക്റ്റും ഉണ്ട്. അവർ വിളിക്കുകയും ചെയ്യും. വലിയ സന്തോഷമാണ് അവർ വിളിച്ചാലും. എപ്പോഴും അവർ പഠിക്കുന്ന പരീക്ഷയുടെ തലേദിവസമൊക്കെ അവർ വിളിക്കുമല്ലോ, പഠിച്ചോ എന്നൊക്കെ ചോദിച്ച് വിളിക്കുമല്ലോ. അതൊക്കെ ഭയങ്കര ഇൻസ്പിറേഷനാണ്. പഠിക്കണം എന്നുള്ളൊരു ചിന്ത വരും. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരാൾ മോണിറ്റർ ചെയ്യാനുണ്ട്. അതായത് ഓൾറെഡി അമ്മ ടീച്ചറായിട്ട് ഫുൾ സപ്പോർട്ടിനുണ്ട്. അതിന് പുറമെ നമ്മുടെ മെൻറ്റേഴ്സും കൂടെ ഫുൾ സപ്പോർട്ടായിട്ട് ഗായത്രിയുടെ ഈ ഒരു റിസൾട്ടിന് മെയിൻ ആയിട്ടുള്ള റോൾ ഉണ്ടായിരുന്നു അല്ലേ മാഡം? തീർച്ചയായിട്ടും ഉണ്ട്. അവിടുത്തെ മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട് നമ്മൾ എപ്പോഴും പറയണം. അവർ ഈ എക്സാമിന് നമ്മൾ എന്ത് ക്ലാസ് എക്സാം ആണെങ്കിലും എഴുതണം എന്നുള്ളത് തലേദിവസവും പറയും. എഴുതാൻ ചെല്ലാൻ 9:15 എക്സാം ഹോളിലുണ്ടോ എന്നുള്ളത് നോക്കും. അപ്പോൾ 5 മിനിറ്റ് താമസിച്ച അപ്പോഴേ വിളിക്കും, എന്താ എത്തിയില്ലേ എന്നുള്ളത് എപ്പോഴും അവർ വിളിച്ചുകൊണ്ടിരിക്കും. കൺസിസ്റ്റൻ്റായിട്ട് നമ്മളൊരു കോണ്ടാക്റ്റ് ഉണ്ട് അവർക്ക് എപ്പോഴും. ഗായത്രിയുടെ മെൻറ്ററിൻ്റെ കാര്യം പറയുമ്പം എനിക്ക് ഓർമ്മ വരുന്നത്, എനിക്കുള്ളൊരു മെൻറ്റർഷിപ്പ് പരിചയമുണ്ട് ബ്രില്യൻ്റിൽ. ഞാൻ 97-99 ബാച്ച് പ്രീ ഡിഗ്രി അൽഫോൺസയിൽ പഠിച്ച് ബ്രില്യൻ്റിലെ ട്യൂഷൻ ക്ലാസ്സുകളാണ്. മാഡം ഇപ്പോൾ ബ്രില്യൻ്റ് ഫാമിലിയായിട്ട് മോളായിട്ടുള്ള റിലേഷൻ അല്ല, കണക്ഷൻ അല്ല, ഓൾറെഡി നേരത്തെ തന്നെയുള്ളൊരു റിലേഷനാണ്. ഓക്കെ. ഞാൻ 97-99 പ്രീ ഡിഗ്രി ബാച്ചാണ് അൽഫോൺസ കോളേജ്. അന്ന് ബ്രില്യൻ്റിലെ ട്യൂഷൻ ക്ലാസ്സുകൾ, ഇപ്പോൾ ഇരിക്കുന്ന ഡയറക്ടേഴ്സ് എല്ലാവരും ഞങ്ങളുടെ അധ്യാപകരാണ്. അന്ന് അവരോരോരുത്തരും ഞങ്ങളുടെ മെൻറ്റേഴ്സുമാണ്. ഞാൻ എൻട്രൻസ് കോച്ചിങ് പോകുമ്പോൾ സ്റ്റീഫൻ സാറാണ് എൻ്റെ ക്ലാസ് ടീച്ചർ. എൻട്രൻസ് കോച്ചിങ് നമ്മുടെ ഡയറക്ടർ സ്റ്റീഫൻ സാർ ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നൊരു ക്ലാസ് ടീച്ചർ. അന്ന് ഇപ്പോൾ ഈ മെൻറ്റേഴ്സ് ചെയ്യണ പോലെ തന്നെ എക്സാം തീരുമ്പോൾ മാർക്ക് കുറഞ്ഞോ എന്താ ക്വസ്റ്റ്യനും എല്ലാം ആൻസറും എല്ലാം അപ്പം തന്നെ നമ്മൾ പഠിക്കണുണ്ടോ എല്ലാം ഓരോ ഞായറാഴ്ച ക്ലാസ് പരീക്ഷ നടക്കുമ്പോൾ അവരവിടെ ഉണ്ടാകും. ഓക്കെ. അപ്പോൾ ഈ ഒരു 41 വർഷമായിട്ട് അവർ ഈ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്തു വരുന്നുണ്ട്. ഓരോ കുട്ടിയെയും അത്രയും മനസ്സിൽ ഉള്ളിലായിട്ട് സ്നേഹിക്കും അവർ. ഏതെങ്കിലും സെർട്ടൺ പ്രോഗ്രാംസ് സ്പെസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്? എന്താണ് അടുത്ത ഫ്യൂച്ചർ പ്ലാൻസ്? ഇപ്പം എനിക്ക് എൻജിനീയറിങ്ങിന് പോകണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ഇപ്പം PCMC എടുത്ത് ക്ലാസ്സുകൾ തുടങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ബ്രില്യൻറ്റിൻ്റെ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിൽ ചേർന്നിട്ടുണ്ട്. നല്ല മാർക്കോടുകൂടി സ്കോളർഷിപ്പോടുകൂടി ചേർന്നിട്ടുണ്ട്. അപ്പം എനിക്ക് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഫസ്റ്റ് ട്രൈ തന്നെ JEE മെയിൻസും JEE അഡ്വാൻസും ക്രാക്ക് ചെയ്ത് IIT-കളിൽ കയറുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് നമുക്കൊരു ക്യാമ്പസ് ഉണ്ട്, നമ്മളൊരു ഡ്രീം ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? എവിടെ കയറണം എന്നാണ് ആഗ്രഹം? ഏത് കോഴ്സ് എടുത്ത് എവിടെ കയറണം? എൻ്റെ ഡ്രീം ക്യാമ്പസ് IIT മദ്രാസ് ആണ്. കോഴ്സ് എന്ന് ചോദിച്ചാൽ കമ്പ്യൂട്ടർ സയൻസാണ്. IIT മദ്രാസിൽ കമ്പ്യൂട്ടർ സയൻസിന് കയറുക എന്നുള്ള ഒരു ആഗ്രഹമാണ് ഇപ്പം. അപ്പോൾ ഓൾറെഡി എല്ലാം പ്രീ പ്ലാൻ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ? ഓക്കെ. അപ്പോൾ എനിവേ ഓൾ ദി വെരി ബെസ്റ്റ് ഫ്രം ദ ടീം ബ്രില്യൻറ്റ്. താങ്ക് യു. സോ ഈ പറയുന്ന 499 ഇങ്ങനെ ഒരു സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കുട്ടികൾ ആഗ്രഹിച്ചിരിക്കുന്നുണ്ടാവും. സോ ആ കുട്ടികളോടൊക്കെ പറയാനുള്ള ഒരു കാര്യം എന്താ, അല്ലെങ്കിൽ ഒരു സജഷൻ എന്തായിരിക്കും? പാട് എന്ന് ഞാൻ പറയത്തില്ല. ആഗ്രഹിച്ചൊഴിച്ചാൽ ആർക്കും കിട്ടാവുന്നതേ ഉള്ളൂ. ഈ 10ാം ക്ലാസ്സിൽ ഇനി എഴുതാനുള്ളവരോട് ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പ് എപ്പോൾ വേണമെന്ന് വെച്ചാൽ മടി കൂടാതെ ചോദിക്കുക. പിന്നെ മാക്സിമം റിസോഴ്സസ് ഉപയോഗിക്കുക. ഈ ഒരു 500 പോലും കിട്ടാവുന്നത് ഭയങ്കര എളുപ്പമാണ്. പാടൊന്നുമല്ല, ഞാൻ പാടുന്ന പോലും പറയത്തില്ല. അപ്പം ഇനി 10ാം ക്ലാസ്സിലോട്ടും ഇനി വേറെ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാനിരിക്കുന്നവർക്കും ഞാൻ ഗുഡ് ലക്ക് വിഷ് ചെയ്യുന്നു. താങ്ക് യു. ഇതിനു നേരം നമ്മൾ കേട്ടത് ഗായത്രി, അതായത് കേരള ടോപ്പറിൻ്റെ സ്ട്രാറ്റജി എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ഈ ഒരു സ്ട്രാറ്റജി ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഇനി ഒരുപാട് കുട്ടികൾക്ക് ഈ ഒരു A+ അല്ലെങ്കിൽ A1 കംപ്ലീറ്റ് മാർക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റട്ടെ എന്ന് നല്ല രീതിയിൽ ഒരു വിഷ് ചെയ്യുന്നു. മാത്രമല്ല നമ്മൾ ഗായത്രിക്ക് എന്ത് ചെയ്യുന്നു, ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ഗായത്രി. സോ താങ്ക് യു വെരി മച്ച്. Brilliant Study Center, India's #1 coaching center for NEET and JEE.